വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെറും മൂന്ന് വാക്കുകളാണ് കേട്ടോ. കബി കോയി കുച്ച്, ഇതാണ് കബി കോയി കുച്ച്. അപ്പൊ ഈ 3 വാക്കുകൾ കൊണ്ടുവരുന്ന കുറെ സെന്റൻസുകളാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ കുച്ച്. കുച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്നൊരർത്ഥമുണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും എന്നൊരർത്ഥമുണ്ട്. അത് പല പല സെന്റൻസുകൾ അതിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് അതിന്റെ അർത്ഥം മാറുന്നതാണ് കേട്ടോ. ഓക്കെ, ആദ്യം തന്നെ മുझे आज शाम को कुछ काम है. मुझे आज शाम को कुछ काम है എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് വൈകുന്നേരം കുറച്ച് ജോലിയുണ്ട് എന്നാണ്. കുറച്ച് ജോലിയുണ്ട്, കുറച്ച് പണിയുണ്ടെന്ന് പറയില്ലേ, അതാണ് കേട്ടോ. എന്താണ് ആജ് മുझे शाम को कुछ काम है. അപ്പൊ ഇവിടെ കുച്ചിന് കുറച്ച് എന്നാണ് പറഞ്ഞത് അല്ലേ. ഇപ്പൊ നമ്മൾ പറയാണ് കുച്ച് തോ ബോലോ, എന്തെങ്കിലും പറയൂ. അപ്പൊ ആ ഒരു സെന്റൻസിൽ കുച്ചിന് എന്താ പറഞ്ഞ, കുറച്ച് പറയൂ എന്നല്ല, എന്തെങ്കിലും എന്നുള്ളൊരർത്ഥം പറഞ്ഞത്. കുച്ച് തോ ബോലോ അല്ലെങ്കിൽ കുച്ച് കരോ, എന്തെങ്കിലും ചെയ്യൂ എന്നാണ്. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ കുച്ചിന് 2 അർത്ഥം വരുന്നത്. ഇനി വഹ കുച്ച് സമയ കെ ലിയെ ചലി ഗയി അല്ലെങ്കിൽ വഹ കുച്ച് പൽ കെ ലിയെ ചലി ഗയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കും അവളെവിടെ, അവൾ കുറച്ച് നേരത്തിന് വേണ്ടിയിട്ട് പോയിരിക്കുക, കുറച്ച് നേരത്തേക്ക് പോയി എന്ന് പറയില്ലേ, അതാണ് വോ കുച്ച് സമയ കെ ലിയെ ചലി ഗയി. അപ്പൊ അവിടെ കുറച്ച് എന്നല്ല അർത്ഥം പറഞ്ഞേ. ഓർ കുച്ച് ചാഹിയേക്കിയാ, ഓർ കുച്ച് ചാഹിയേക്കിയാ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇനി എന്തെങ്കിലും വേണോ എന്ന് നമ്മൾ ചോദിക്കില്ലേ, ഇത് കൂടാതെ എന്തെങ്കിലും വേണോ, ഓർ കുച്ച് ചാഹിയേക്കിയാ. അപ്പൊ എന്തെങ്കിലും എന്നാണ് അവിടെ വന്നത്. മനസ്സിലായോ? അപ്പൊ ഇതാണ് കുച്ചിന്റെ യൂസ് വരുന്നത്. ഇനി കുച്ച് നെഹി. കുച്ച് നെഹി എന്ന് പറയുമ്പോ നെഗറ്റീവ് സെന്റൻസ് ആയി അല്ലേ. ഇപ്പൊ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോ ക്യാ ഹുവാ എന്ന് ചോദിക്കുമ്പോ നമുക്ക് പറയാം അല്ലെ, കുച്ച് നെഹി, ഒന്നുമില്ല. അപ്പൊ അതിനർത്ഥം എന്താ പറഞ്ഞേ, ഒന്നുമില്ല, കുച്ച് നെഹി, കുച്ച് നെഹി. ഇനിയിപ്പോ പറയാണ് ആരെങ്കിലും ഇങ്ങനെ വഴക്കിടുമ്പോ നമ്മൾ പറയും ഓഫ് ആ ചക്കൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വോ കുച്ചിനെ കിയാത്ത, വോ കുച്ചിനെ കിയാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊന്നും ചെയ്തില്ലായിരുന്നു, അവനൊന്നും ചെയ്തില്ലായിരുന്നു അല്ലെങ്കിൽ അവള് കേട്ടോ. ഓക്കെ, വോ കുച്ചിനെ കിയാ. അതുപോലെ വോ കുച്ചിനെ കർത്താ ഹെ, അവനൊന്നും ചെയ്യില്ല. വോ കുച്ചിനെ കർത്താ ഹെ എന്ന് പറഞ്ഞാൽ എന്താ, അവനൊന്നും ചെയ്യില്ല. മുझे कुछ नहीं चाहिए, मुझे कुछ नहीं चाहिए. എന്താ മനസ്സിലായേ? എനിക്കൊന്നും വേണ്ട. മുझे कुछ नहीं चाहिए, എനിക്കൊന്നും വേണ്ട. അപ്പൊ ഇതാണ് ഈ കുച്ച് നെഹി എന്ന വാക്കിന് അർത്ഥം. ഓക്കെ, ഇനി അതുപോലെ തന്നെ കുച്ച് ബി. കുച്ച് ബി എന്ന് പറയുമ്പോൾ അതിനും ഇതുപോലെ സിറ്റുവേഷനിൽ രണ്ട് അർത്ഥം വരുന്നുണ്ട്. ഒന്നിന് എന്തെങ്കിലും എന്നുള്ളൊരർത്ഥം വരും, അതുപോലെ തന്നെ ഒന്നും എന്നുള്ളൊരർത്ഥം വരും. ഇപ്പോ സെന്റൻസ് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യൂ, കുച്ച് ബി കരോ, കുച്ച് ബി കരോ, എന്തെങ്കിലും ചെയ്യൂ. അതുപോലെ തന്നെ ഇസ്കെ ബാരെ മേ മുझे कुछ भी नहीं पता, इसके बारे में मुझे कुछ भी नहीं पता എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ इसके बारे में ഇതിനെ കുറിച്ച്, मुझे എനിക്ക്, कुछ भी ഒന്നും, कुछ भी नहीं, कुछ भी नहीं ഒന്നും തന്നെ, ഒന്നും അറിയില്ല എന്നുള്ളതാണ് കേട്ടോ. ഒന്നും नहीं पता എന്ന് പറഞ്ഞാൽ അറിയില്ല. അപ്പൊ कुछ भी नहीं पता, इसके बारे में मुझे कुछ भी नहीं पता, ഇതിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. അപ്പൊ അവിടെ എന്തെങ്കിലും എന്നാണോ അർത്ഥം വന്നേ? അല്ല അല്ലെ. അവിടെ കുച്ച് ബി കറോ എന്ന് പറയുമ്പോ എന്തെങ്കിലും ചെയ്യുന്ന. ഇവിടെ കുച്ച് ബി നെഹി പത്ത എന്ന് പറഞ്ഞപ്പോ എന്തായി, ഒന്നും അറിയില്ല എന്നായി അല്ലെ. ഇസ്കെ ബാരെ മേ മുझे कुछ भी नहीं पता. അപ്പൊ ഇതാണ് സിറ്റുവേഷൻസിൽ വരുന്ന വ്യത്യാസങ്ങൾ കേട്ടോ. ഇതിന് ഒരേ വാക്ക് തന്നെയായിരിക്കും, പക്ഷെ അർത്ഥങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസം വരും. നമ്മൾക്ക് സിറ്റുവേഷൻ കുറെ സംസാരിച്ച് വരുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇനി വഹ കുച്ച് ബി കർ സക്താ ഹെ, വഹ കുച്ച് ബി കർ സക്താ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തും ചെയ്യും എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അവിടെ എന്തും ചെയ്യും. അപ്പൊ വഹ് നമ്മളിപ്പോ എന്തെങ്കിലും വഴക്കൊക്കെ ഇടുമ്പോ പറയും ഓ അവനോട് വഴക്കിടണ്ട, അവൻ എന്തും ചെയ്യും എന്നുള്ള അർത്ഥത്തിൽ എന്തും ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറയില്ലേ, അതാണ് വോ കുച്ച് ബി കർ സക്താ ഹെ. അപ്പൊ അവിടെ കുച്ച് ബി എന്താ വന്നേ, അവൻ എന്തും ചെയ്യും. അപ്പൊ ആ എന്തും എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ കുച്ച് ബി വന്നത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അടുത്തതാണ് കോയി. കോയി എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥം വരുന്നത് ആരെങ്കിലും അല്ലെങ്കിൽ ആരോ എന്നർത്ഥം വരുന്നത്. രണ്ട് അർത്ഥമാണ് അല്ലെ, ആരെങ്കിലും, ആരോ. ഇപ്പൊ ഞാൻ ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ അവിടെ ആരോ വന്നിരിക്കുന്നു, ആരോ വന്നിരിക്കുന്നു, കൊയ് ആയാ ഹെ, കൊയ് ആയാ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ വന്നിരിക്കുന്നു എന്നാണ്. ഇനിയിപ്പോ നമ്മൾ ചോദിക്കാണ് അവിടെ ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും, വഹാ കൊയ് ഹേക്കിയ, വഹാ കൊയ് ഹേക്കിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും ഉണ്ടോ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ആ ഡിഫറൻസ്. ആരോ
ആരെങ്കിലും. അതുപോലെ തന്നെ കൊയ് നെഹി, കൊയ് നെഹി എന്ന് പറഞ്ഞാൽ എന്താണ്? കൊയ് നെഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമില്ല എന്നുള്ള അർത്ഥത്തിലാണ്. മനസ്സിലായോ? ഓക്കെ. ഇപ്പൊ വഹാം കൊയ് നെഹി താ, അവിടെ ആരും ഇല്ലായിരുന്നു. വഹാം കൊയ് നെഹി താ, മനസ്സിലായോ? അവിടെ ആരും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ കൽ പാർട്ടി മേ വഹാസെ കൊയ് നെഹി ആയാ താ, കൽ പാർട്ടി മേ വഹാസെ കൊയ് നെഹി ആയാ താ. എന്താ പറഞ്ഞ അവിടെ? ഇന്നലെ ആയാ താ വന്നു അല്ലെ, അപ്പൊ അത് ഇന്നലെയാണ്. കൽ പാർട്ടി മേ, ഇന്നലെ പാർട്ടിക്ക്, വഹാസെ അവിടെ നിന്നും, കൊയ് നെഹി ആരും തന്നെ ആയാത്ത, കൊയ് നെഹി ആയാത്ത ആരും തന്നെ വന്നില്ലായിരുന്നു. മനസ്സിലായോ? അപ്പൊ അതാണ് കൊയ് നെഹി. അടുത്തത് കൊയ് ബി. കൊയ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അല്ലെങ്കിൽ ആർക്കെങ്കിലും, ആരും, എന്തെങ്കിലും, ഇങ്ങനെ പല പല അർത്ഥങ്ങൾ സിറ്റുവേഷൻസിൽ വരും കേട്ടോ. അപ്പൊ നമ്മൾ ആ സിറ്റുവേഷൻ നോക്കാം. ആദ്യം തന്നെ കൊയ് ബി കർ സക്താ ഹൈ, കൊയ് ബി കർ സക്താ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും, ആർക്ക് വേണമെങ്കിലും ചെയ്യാം എന്ന് നമ്മൾ പറയില്ലേ. ഇപ്പൊ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആരാ ചെയ്യേണ്ടത്? ആർക്ക് വേണമെങ്കിലും ചെയ്യാം അല്ലെ. കൊയ് ബി കർ സക്താ ഹൈ. അപ്പൊ അവിടെ എന്താ വന്നേ? ആർക്ക് വേണമെങ്കിലും, ആരെങ്കിലും എന്നുള്ള അർത്ഥത്തിൽ വന്നു. അതുപോലെ തന്നെ വൈകുന്നേരം വരെ അകത്ത് ആരും വരരുത്. വൈകുന്നേരം വരെ ശ്യാം തക്ക്, ശ്യാം തക്ക് കൊയ് ബി എന്ന് വെച്ചപ്പോ ആരും എന്നുള്ള അർത്ഥമായി അവിടെ. കൊയ് ബി അന്തർ മത്താന അല്ലെങ്കിൽ നെഹിയാന. ശ്യാം തക് കൊയ് ബി അന്തർ നെഹിയാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അകത്തേക്ക് ആരും വരരുത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവിടെ വന്നത് എന്താണ്? ആരും അല്ലേ. അതുപോലെ ഇൻമേംസെ കൊയ് ബി ലീജിയെ, ഇൻമേംസെ കൊയ് ബി ലീജിയെ എന്താണ്? ഇതിൽ നിന്നും ഏതെങ്കിലും എടുക്കൂ. ലീജിയെന്ന് ഇത്തിരി റെസ്പെക്റ്റിൽ പറയുന്നതാണ്, അല്ലെങ്കിൽ ലേലോ എന്ന് പറയാം കേട്ടോ. ഇൻമേംസെ കൊയ് ബി ലേലോ, ഇതിൽ ഏതെങ്കിലും എടുത്തോളൂ എന്നുള്ള അർത്ഥത്തിലാണ്. ഏതെങ്കിലും. അപ്പൊ അവിടെ കൊയ് ബിക്ക് എന്താ അർത്ഥം വന്നേ? ഏതെങ്കിലും. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഏതൊക്കെ നോക്കിയത്? കൊയ്, കൊയ് നെഹി, കൊയ് ബി. അതുപോലെ തന്നെ അടുത്തതാണ് കബി. കബി, കബി കബി ഇടയ്ക്ക് എന്നുള്ള അർത്ഥത്തിലാട്ടോ. അപ്പൊ കബി കബി എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ. കബി കബി ആനാ ഹെ, ഇടയ്ക്കിടയ്ക്ക് വരണം. കബി കബി ആനാ ഹെ. ഇപ്പൊ നമ്മൾ പറയില്ലേ ഇടയ്ക്ക് ഫോൺ ചെയ്യണം കേട്ടോ. നമ്മളിപ്പോ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചിട്ട് വല്ലപ്പോഴും മീറ്റ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ പറയും നീ ഇടയ്ക്കൊക്കെ ഒന്ന് ഫോൺ ചെയ്യണം കേട്ടോ. കബി കബി ഫോൺ കർത്തേ രഹന, കബി കബി ഫോൺ കർത്തേ രഹന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യണം കേട്ടോ. അതാണ്. അതുപോലെ തന്നെ കബി നെഹി, കബി നെഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല എന്നുള്ള അർത്ഥത്തിലാണ് കബി നെഹി. ഓക്കെ. ഒരു സെന്റൻസ്, മേ ഐസ കബി നെഹി കരൂങ്കി, മേ ഏസ കബി നെഹി ഒരിക്കലും, ഞാൻ ഏസ അതുപോലെ, ഒരിക്കലും, കബി നെഹി കരൂങ്കി അല്ലെങ്കിൽ കരൂങ്ക ഞാൻ അതുപോലെ ഒരിക്കലും ചെയ്യില്ല. മേ ഐസ കബി നെഹി കരൂങ്കി. അതുപോലെ തന്നെ മേ വഹാ ദോബാര കബി നെഹി ജാവുങ്കി, മേ വഹാ ഞാൻ അവിടെ, ദോബാര എന്ന് പറഞ്ഞാൽ എഗെയിൻ എന്നാണ് കേട്ടോ അർത്ഥം. പിന്നീട് നമുക്ക് ആദ്യം പോയപ്പോൾ എന്തെങ്കിലും താല്പര്യം ഉണ്ടായി കാണില്ല, അപ്പൊ നമ്മൾ പറയാണ് ഇനി ഞാൻ അവിടെ ഒരിക്കലും പോവില്ല എന്ന് പറയില്ലേ. മേ വഹാ ദോബാര കബി നെഹി ജാവുങ്കി അല്ലെങ്കിൽ ജാവുങ്ക, ഞാൻ അവിടേക്ക് ഇനി ഒരിക്കലും പോവില്ല, അതാണ് അതിനർത്ഥം കേട്ടോ. അപ്പൊ അതാണ് കബി നെഹി. ഇനി അതുപോലെ തന്നെ കബീബി, കബീബി എന്ന് പറഞ്ഞാൽ എപ്പോ വേണമെങ്കിലും, എപ്പോ വേണമെങ്കിലും. അപ്പൊ യഹാം കബീബി ആസക്താ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് ഇവിടെ എപ്പോ വേണമെങ്കിലും വരാം. യഹാം കബീബി ആസക്തേ ഹെ. ഓക്കെ. അതുപോലെ തന്നെ ബാരിഷ് കബീബി ആസക്തി ഹെ. ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ, മഴ എപ്പോ വേണമെങ്കിലും വരാം. കബീബി എപ്പോൾ വേണമെങ്കിലും. ബാരിഷ് കബീബി ആസക്തി ഹെ, മഴ എപ്പോൾ വേണമെങ്കിലും വരാം. ഓക്കെ. അപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലാസ്. നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചില്ലേ. കുച്ച്, കുച്ച് നെഹി, കുച്ച് ബി, അതുപോലെ തന്നെ കൊയ്, കൊയ് നെഹി, കൊയ് ബി, അതുപോലെ തന്നെ കബി, കബി നെഹി, കബി ബി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള സെന്റൻസുകൾ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ചെറിയ ക്ലാസ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന കുറെ സെന്റൻസുകൾ ആയിരിക്കാം അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവായിരിക്കും ഒരുപാട്. അപ്പൊ ഇതാണ് അതിലുള്ള വ്യത്യാസങ്ങൾ, അതൊന്ന് പറഞ്ഞു തന്നതേ ഉള്ളൂ. അപ്പോൾ എന്നും പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. പിന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.